അപ്പോൾ ഇത്രയും ദരിദ്രരോടൊപ്പം നിന്ന് ദരിദ്രനായിട്ട് അലയാൻ ശ്രമിച്ച നമ്മുടെ പാരമ്പര്യം അനുസരിച്ചിട്ട് ഒറ്റ ഉടുപ്പ് മാത്രമായിട്ട് സഞ്ചരിച്ച മനുഷ്യൻ എന്തിനായിരുന്നു ഈ പറഞ്ഞ ധനികരുടെ ഗൃഹങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി പോയത്? അവിടെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. നിങ്ങൾ ഏതൊരു യേശു പ്രവേശിച്ചിട്ടുള്ള ഏതൊരു ധനികൻ്റെ ഗൃഹത്തിലും മിക്കവാറും ആതിഥേയന് വേണ്ടിയുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകി ആതിഥേയൻ്റെ ജീവിതത്തെ ഇങ്ങനെ കീഴ്മേൽ മറിച്ചിട്ടാണ് യേശു പുറത്തേക്ക് പോകുന്നത്. അപകടം പിടിച്ചൊരു അതിഥിയാണിത്. നമ്മളൊരു പിടി ചോറ് കൊടുത്തു കഴിഞ്ഞാൽ പോകാൻ നേരത്ത് നമ്മുടെ മുഴുവൻ ജീവിത വീക്ഷണങ്ങളെയും ഈ ദേവാലയ വാണിപ്പക്കാരുടെ മേശ പോലെ കീഴ്മേൽ മറിക്കുന്ന ഒരാളാണിത്. ഒരു കള്ളച്ചിരിയുമായിട്ട് അയാൾ അങ്ങനെയാണ് പുറത്തേക്ക് പോകുന്നത്. ആ കാര്യം നിശ്ചയമായിട്ടും സക്കേവൂസിൻ്റെ ഭവനത്തിൽ നടന്നു. അങ്ങനെ ഈ 10-13 ചെറുപ്പക്കാരുടെ ചെറിയ മക്കളുടെ സന്തോഷം സക്കേവൂസിന് ഒരു തരത്തിലും പിടുത്തം കിട്ടുന്നില്ല. നാളെ എന്ത് കഴിക്കുമെന്നോ കയറിക്കിടക്കാൻ കൂരയില്ലാത്ത അഭയസ്ഥലികളില്ലാത്ത ഇത്തരം അലഞ്ഞു കിടക്കുന്ന മനുഷ്യർക്ക് എങ്ങനെ ഇത്രയും ഹാപ്പി ആകാൻ പറ്റുന്നത്?